എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ചാളപ്പീരയാണ്. നമ്മുടെ മിക്ക വീടുകളിലും ചെറുമത്സ്യങ്ങൾ കിട്ടിയാൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷേ കൊച്ചു ചാള കിട്ടിയാൽ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിക്കണേ. ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒരു പ്ലേറ്റ് നിറയെ തന്നെ ചോറുണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. ആരും കൊതിയോടുകൂടി തന്നെ കഴിച്ചു പോകും. അത്രയ്ക്കും രുചിയുള്ള ഈ ഒരു മീൻ പീര ഈ ഒരു സീസണില് ധാരാളമായി കിട്ടുന്ന ചാള വെച്ചിട്ട് തയ്യാറാക്കി നോക്കണേ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചാളപ്പീര തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഇവിടെ 1/2 കിലോ അളവിലാണ് കൊച്ചു ചാള കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഈ ചാള ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ കൂടി നമുക്കൊന്ന് എടുത്ത് വെക്കാം. ഒരു കറിച്ചട്ടി എടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 15 കൊച്ചുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത്, ഒരു 10 അല്ലി വെളുത്തുള്ളി മൺചട്ടിയിലേക്ക് ഇതെല്ലാം ഒന്ന് മാറ്റാം. കൂടെ തന്നെ അരമുറി നാളികേരം തിരുമിയത് കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ അളവിലും പകുതിയായിട്ട് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, നമ്മുടെ പീരയ്ക്ക് ഒരു പ്രത്യേക സ്വാദനായിട്ട് ഒരു നുള്ളു ഉലുവപ്പൊടി കൂടെ ചേർക്കാം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കൂടെ തന്നെ പീരയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതെല്ലാം നല്ലപോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. നാളികേര പാല് ഈ ഒരു ഉള്ളിലേക്ക് പിടിച്ചു കിട്ടണം. അതുവരെയാണ് നമുക്കൊന്ന് തിരുമ്മിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇപ്പൊ കല്ലിൽ വെച്ച് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കിയെടുത്താലും മതിയാകും. ഞാനിപ്പോ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അതിന് നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല തേങ്ങയും ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമ്മൾ തിരുമ്മി കൂട്ടി കുഴച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർക്കണം. കുടംപുളിക്ക് പകരമായിട്ട് മാങ്ങയും ചേർക്കാവുന്നതാണ്. ഞാനൊരു കഷ്ണം കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഉണ്ടോ, നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഈ ഒരു കുടംപുളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കീറിയും കൂടി ഇട്ട് കൊടുക്കും. ഈ ഒരു സമയത്താണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചു ചാള ചേർക്കേണ്ടത്. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും തന്നെ വെള്ളം മതിയാകും. നമ്മൾ ഈ മീൻ പീരയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള നാളികേരത്തിൽ നിന്നും ഒരു കൈപ്പിടിയോളം നാളികേരം നല്ല പോലെ അരച്ചുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നാളികേരം കൂടി ചേർക്കുമ്പോഴാണ് അപാര രുചി കൂടെ ഈ ഒരു കറിക്ക് കിട്ടുന്നതും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. വേവിച്ചെടുക്കുന്ന സമയത്തും ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ചട്ടി ആയതുകൊണ്ടും പെട്ടെന്ന് അടിയിലൊക്കെ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ചെറിയ തീയിലിരുന്നു കൊണ്ട് നമ്മുടെ മീൻ പീര തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറിയിൽ അത്യാവശ്യം ചാറോടുകൂടി തന്നെയാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിം ഒന്ന് വെച്ച് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കറി തിളച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് ചെറിയ തീയിലേക്ക് മാറ്റാം. ഈ ഒരു സമയത്തും അടി ചേർത്ത് വേണോട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഒരു 3 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ പീര ഇവിടെ റെഡിയായി കിട്ടും. അങ്ങനെ ഒരു 3 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോഴും അത്യാവശ്യം ചാറോടുകൂടി തന്നെയാണ് നമ്മുടെ മീൻ പീര ഇവിടെ ആയി വന്നിട്ടുള്ളതും. ഇതുപോലൊരു പാകമായാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൈകൊണ്ട് നല്ലതുപോലെ തിരുമിയതിന് ശേഷം അതുകൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മൂടിയും കൂടി അടച്ചു കൊടുക്കാം. അങ്ങനെ 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ പീരയുടെ മൂടി തുറന്ന് നോക്കിയിട്ട് ഇതുപോലൊരു പാകത്തിലാണ് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദിഷ്ടമാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.